മാനിഫെസ്റ്റേഷൻ സീരീസിൻ്റെ ഡേ 14ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹൗ ക്യാൻ ഐ സെൻഡ് ദ പോസിറ്റീവ് ലവിങ് എനർജി ടു സം പേഴ്സൺ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾക്ക് എങ്ങനെയാണ് പക്ഷേ അവരുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഒരു ചെറിയ ഡിഫിക്കൽട്ടി പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഹീലിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് മിക്കവാറും നമ്മൾക്ക് സങ്കടമാകുന്നതും നമ്മളെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഡെയിലി നമ്മൾ കാണുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾക്ക് അവരോട് പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും, നമ്മൾ പിന്നെ അവരോട് മിണ്ടില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സ്, ആ റിലേഷൻഷിപ്പിനെ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫോട്ടോ ടെലിപത്തിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അതായത് നമ്മൾ അവരുടെ ഒരു ഫോട്ടോ, ഇപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇഷ്യൂ ആണ് വിചാരിക്കുക, പക്ഷേ അത് വളർന്ന് വലുതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇഷ്യൂ അപ്പോൾ തന്നെ നമ്മൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് നമ്മൾ ബ്രീതിങ് എക്സസൈസ്, ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഹീലിംഗ് എനർജി, നമ്മുടെ ലവിങ് പോസിറ്റീവ് എനർജി അവർക്ക് സെൻഡ് ചെയ്യുക. ഐ ലവ് യു, ഐ ബ്ലെസ് യു ആൻഡ് ഐ ഫൊർഗീവ് യു. പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഓൾസോ സീക്ക് യുവർ ഫൊർഗീവ്നെസ്, ഞാനും നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഐ ലവ് യു ആൻഡ് ഐ ലവ് ബ്ലെസ് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ്, മിനിമം 10 മിനിറ്റെങ്കിലും നിങ്ങളൊരു ലവിങ് എനർജി അവർക്ക് കണ്ണടച്ചുകൊണ്ട് നിങ്ങളെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിടയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് പ്രശ്നം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ട്രൈ ചെയ്ത് നോക്കും.